മക്കളെ, അടുത്തത് നമ്മൾ ഒരു ട്രപ്പീസിയം സർക്കിളിനകത്ത് ചെയ്യുന്ന ഒരു ട്രപ്പീസിയം, അതിനെപ്പറ്റി അതിൻ്റെ ഒരു റിലേഷനാണ് പഠിക്കാൻ പോകുന്നത്. ദ കോർണേഴ്സ് ഓഫ് എ ട്രപ്പീസിയം ആർ ഓൺ എ സർക്കിൾ, അല്ലെങ്കിൽ ഒരു ലംബകത്തിൻ്റെ മൂലകളെല്ലാം വൃത്തത്തിലാണ്. നമുക്കതുപോലെ ഒരു പിക്ചർ അങ്ങോട്ട് വരച്ചേക്കാം. ആദ്യം ഒരു സർക്കിളിനകത്ത് ട്രപ്പീസിയം വന്നു. ഒരു സർക്കിളിനകത്ത് ദാ എ ബി സി ഡി, ഇതിപ്പോൾ സർക്കിളിനകത്ത് ട്രപ്പീസിയം വന്നിരിക്കുകയാണ്. ഇനി പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഐസോസെലസ് ട്രപ്പീസിയം. ഈ ഐസോസെലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഐസോസെലസ് ട്രപ്പീസിയം ആകണമെങ്കിൽ ഈ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. ഒരു ട്രപ്പീസിയം ഐസോസെലസ് ആകാൻ വേണ്ടി ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. നമുക്ക് നോക്കാം, ഈ രണ്ട് സൈഡ്സ്, ഇതൊരു ട്രപ്പീസിയം ആയതുകൊണ്ട് ഈ എ ബിയും സി ഡിയും പാരലാണ്. അപ്പോൾ എ ബി പാരലൽ ടു സി ഡി ആയതുകൊണ്ട് നമുക്ക് പറയാം രണ്ട് സൈഡ്സ്, രണ്ട് ലൈൻ പാരലാണെങ്കിൽ അതിനിടയ്ക്കുള്ള ട്രാൻസ്ഫേഴ്സിൽ ഈ 1+2 = 180, ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി = 180 എന്ന് പറയാം. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി 180 ആണ്. ഇനി ഇതൊരു സൈക്ലിക്, ഈ ട്രപ്പീസിയം ഒരു സർക്കിളിനകത്താണ്. അതുകൊണ്ട് നമുക്കറിയാം ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജമാണ്. അപ്പോൾ നമുക്കറിയാം സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ടോട്ടൽ ആംഗിൾ, ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് ടോട്ടൽ 180 ആണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും പറയാം എ പ്ലസ് സി = 180 എന്ന് പറയാം, കാരണം അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അപ്പം നമുക്ക് എ പ്ലസ് സി = 180 എന്നും പറയാം. ഇപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ബി പ്ലസ് സി = 180, എ പ്ലസ് സി = 180. അപ്പം അങ്ങനെ വരുമ്പോൾ ബി പ്ലസ് സി = എ പ്ലസ് സി ആവും, കാരണം രണ്ടുപേരും 180 അല്ലേ. നമുക്ക് എഴുതാം ബി പ്ലസ് സി = എ പ്ലസ് സി. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് സി രണ്ട് സ്ഥലത്തും ഉള്ളതുകൊണ്ട് ഈ സി ലെഫ്റ്റിലും റൈറ്റിലും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആംഗിൾ ബി = ആംഗിൾ എ എന്ന് കിട്ടും. ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ എന്താണ്? പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഐസോസെലസ് ട്രപ്പീസിയം, അല്ലെങ്കിൽ അതൊരു സമപാർശ്വ ലംബകമാണെന്ന് തെളിയിക്കുക. അപ്പോൾ ഇവിടെ ആംഗിൾ എ = ആംഗിൾ ബി എന്ന് വന്നതുകൊണ്ട് therefore we can say that ABCD is an isosceles trapezium, അല്ലെങ്കിൽ A = B ആയതുകൊണ്ട് ഇത് ഒരു സമപാർശ്വ ലംബകമാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ കുറേ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, എല്ലായിടത്തും കുറേ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് ഉറപ്പായിട്ടും കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറേ മാർക്കുകൾ കിട്ടും. അപ്പോൾ അതിനുശേഷം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് സാറ് പറയുന്നില്ല. എന്ത് ബുദ്ധിമുട്ട് മക്കൾക്ക് തോന്നിയാലും സാറിനെ വാട്സപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ 1-to-1 ടീച്ചേഴ്സ് മക്കളെ ഹെൽപ്പ് ചെയ്യും. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാനും മക്കൾ മറക്കരുത്.